വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ ഒരു പുതിയ അടിപൊളി ട്രിപ്പുമായിട്ട് വീണ്ടും വന്നേക്കുവാണ്. അപ്പം ഞങ്ങൾ വീണ്ടും റോഡ് ട്രിപ്പിന് പോവാണ് അല്ലേ? അതെ, ജില്ലുവിന്റെ ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് റോഡ് ട്രിപ്പ് പോവുകയാണ്. അതെ, അപ്പോൾ വീക്കെൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ് പോകുന്നത് പറഞ്ഞോ? ഞങ്ങളിപ്പോൾ പോകുന്ന അമേരിക്കയുടെ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റ് ആയ റോഡ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അതെ, അപ്പം ഞങ്ങൾ കുറേ വട്ടമായിട്ട് റോഡ് ഐലൻഡിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. അതെന്താണെന്ന് അറിയത്തില്ല. പലവട്ടം പ്ലാൻ ചെയ്തു, അതങ്ങോട്ട് ക്യാൻസലായി. 4-5 വട്ടം ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ പോയില്ല. അപ്പം ഇപ്പം ചിലപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഫിലഡൽഫിയയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടുന്ന് ഏകദേശം ഒരു 5 hours ഡ്രൈവ് ഉണ്ട് ഈ റോഡ് ഐലൻഡിലോട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് പോകുന്ന കുറച്ച് റോഡിലെ വിശേഷങ്ങളൊക്കെ കാണാം. നല്ല രസമുണ്ട്, കുറച്ച് തണുപ്പുണ്ട് അല്ലേ? ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് റോഡ് ഐലൻഡിന്റെ ഭാഗത്തേക്ക് എത്താറായപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞു. അതെ, ഇപ്പം അതുകൊണ്ട് കുറച്ച് വിൻഡിയാണ്. എന്നാലും കുറച്ച് നമ്മളെ റോഡിലെ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് റോഡ് ഐലൻഡിൽ ചെന്നിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങളിവിടെ റോഡ് ഐലൻഡിലെത്തി. റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് ആയിരുന്നു റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ്. ഇതൊരു ഓൾഡ് സിറ്റിയാണ്, നമ്മുടെ ഫിലഡൽഫിയ സിറ്റി പോലെ ഒരു ഡൗൺ ടൗൺ ഏരിയയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് സംഭവങ്ങളൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു. കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കാണാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഡൗൺ ടൗണിൽ കൂടെ ഒന്ന് നടന്നിട്ട് തിരിച്ചിവിടുന്ന ന്യൂ പോർട്ടിലോട്ട് പോവാണ്. സോ അവിടെയാണ് ഞങ്ങൾ താമസിക്കാനുള്ള ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരാളോട് ചോദിച്ചപ്പോൾ. പിന്നെ ഇവിടെ ഒരു ഫയറിൻ്റെ ഒരു സ്ഥലമുണ്ട് അല്ലേ, വാട്ടർ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ജൂൺ ജൂലൈ ആ ടൈമിൽ എന്തോ ആണെന്ന് തോന്നുന്നു. എപ്പോഴോ എന്തായാലും സമ്മർ ടൈമിലാണ് ആ സംഭവം ഓപ്പൺ ആവുന്നത്. രാത്രി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു കനാലിൽ കൂടെ ഫയറൊക്കെ കത്തിച്ച് അതിൻ്റെ എന്തോ ഒരു ഇങ്ങനെ ബോട്ടിൽ പോകുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ആ പ്ലേസ് മാത്രം ഒന്ന് പോയി കാണാം. പിന്നെ ഇവിടെ എന്താ കുറേ മ്യൂസിയംസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാം. Instead I felt somewhere dead inside. Nothing's ever what it seems. I'm wide awake in a lucid dream. Hit me right there where it stings. Make me. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരെണ്ണം ഇതെന്ന് പറയുന്ന ഒരു മെമ്മോറിയൽ, വാർ മെമ്മോറിയലിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു മെമ്മോറിയലാണ്. അതുപോലെ തന്നെ പുറകെ കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊവിഡൻസ് റോഡ് ഐലൻഡിലെ ഒരു കോർട്ടാണ്. അത് കാണുമ്പോഴേ അറിയാം പണ്ട് ഉണ്ടാക്കിയത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നതും. ഇനിയും കുറേ വേറെ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലൂടെ പോയി നോക്കാം. റോഡിലൊക്കെ നടന്ന് ഭയങ്കര ടയർഡായി കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും. സോറി, നിങ്ങളെ കടയൊന്നും കാണിക്കാൻ പറ്റില്ല, നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഞാൻ ചിക്കൻ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അച്ഛൻ ഒരു ബർഗർ വാങ്ങി. പക്ഷേ ഇതിൻ്റെ സൈസ് കേട്ടോ വളരെ ചെറുതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സൈസിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കാണുന്നത് തന്നെ. സാധാരണ ഇപ്പോഴും എൻ്റെ മുമ്പ് വലിയൊരു പ്ലേറ്റിലാണ് സാധനം കൊണ്ട് വയ്ക്കാറ്, പക്ഷേ ഇത് എൻ്റെ സൈസിൽ വളരെ കുഞ്ഞായിട്ടാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. എൻ്റെ മാത്രമല്ല, രണ്ടുപേരുടെ അങ്ങനെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വെയിറ്ററോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ചിലതൊക്കെ ജസ്റ്റ് ഒരു ബാറോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പം ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അതിന് മുമ്പ് ജില്ലുവിന് ചെവിക്കരുത്, കാറ്റടിച്ചിട്ട് ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് അവളുടെ ക്യാപ്പും കൂടി എടുക്കണം.
ക്യാബ് കൂടി എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളത് ഈ കാറ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ പ്രൊവിഡൻസിൽ നിന്ന് തിരിച്ച് വണ്ടി വന്ന് കയറി. ഇനി നമ്മൾ നേരെ ന്യൂപോർട്ടിൽ പോവാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ പ്രൊവിഡൻസിന് അങ്ങനെ അധികം ഒന്നും കാണാൻ വേണ്ടിയില്ല. ഫുള്ളൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം എന്താ കുറേ എപ്പോഴും ഈ ഹിസ്റ്ററി തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടിക്കുക. അത് കാരണം ഞങ്ങൾ കൂടുതൽ അവിടെ നടക്കാനൊന്നും പോയില്ല. പിന്നെ അതുപോലെ ഭയങ്കര വിൻഡായിരുന്നു ഇന്ന്. അപ്പോൾ വിൻഡ് ആയത് കാരണം അങ്ങനെ നടക്കുന്ന അത്ര സുഖമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ന്യൂപോർട്ടിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ന്യൂപോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ കുറേയൊക്കെ കാണാം. ഇല്ല എങ്കിൽ നാളെ തൊട്ട് ന്യൂപോർട്ടിലെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ ന്യൂപോർട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം. അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു, റൂമിലോട്ട് കയറി. സോ റൂമിൽ ഇങ്ങനെ എല്ലാം വിതറിയിട്ടിരിക്കുകയാണ്. അതെ, എല്ലായിടത്തും ഇങ്ങനെ വിതറിയിട്ടിരിക്കുക. സാധാരണ ഹോട്ടൽ പോലെ തന്നെ എല്ലാം ടിവിയും ഫ്രിഡ്ജും എല്ലാം കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ബാൽക്കണി പോലെ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് റൂമിനെ പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല. അതെ, ഇത് ഞങ്ങൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാം. ഭയങ്കര ടയർഡായി ഇങ്ങോട്ട് എത്തിയിട്ട്. ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മളുടെ പ്രൊവിഡൻസിൽ നിന്ന് ന്യൂപോർട്ട് വരെ. ഇനി ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ ന്യൂപോർട്ട് സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാനും ഒക്കെയാണ്. പക്ഷെ സ്റ്റിൽ ഇവിടെ വിൻഡ് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ക്ലിഫ് വാക്ക് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അവിടെ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ ഇതിന് തീരത്തിൽ കൂടെ ഇങ്ങനെ നടക്കാം. പക്ഷേ ഈ തണുപ്പ് വരാൻ തോന്നുന്നില്ല. പക്ഷെ നാളെ ഞങ്ങൾ ഓഷ്യൻ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ പല പല സ്ഥലങ്ങൾ കാണാം. ചില ലാൻഡ് മാർക്സ് ആയിരിക്കും, ചിലപ്പോൾ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളും, അതുപോലെ മാൻഷൻസ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ മാൻഷൻസ് ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറേ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്സിന്റെയും പിന്നെ ടേലർ സ്വിഫ്റ്റിന്റെ ഒക്കെ മാൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സമ്മർ ഹൗസ് പോലൊക്കെ അവർക്ക് അതുപോലെ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടി. അപ്പം വിൻഡിയാണ്, തണുപ്പും കൂടുതലാണ്. എന്നാലും നമ്മൾക്ക് പോയി അത്യാവശ്യം കാണാൻ പറ്റുന്നതൊക്കെ ഈ ഒരു 2 ഡേയ്സും കൊണ്ട് കണ്ടു തീർക്കാം. അപ്പൊ ഇപ്പൊ ഞങ്ങള് പോയി ഫുഡ് കഴിക്കട്ടെ. പ്രൊവിഡൻസ് ന്യൂപോർട്ട്. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ സ്ട്രീറ്റിൽ വന്നിരിക്കുന്ന ന്യൂപോർട്ട് എന്താണെന്ന് കാണാൻ വേണ്ടി നോക്കുമ്പോൾ സത്യം പറഞ്ഞൊരു ചെറിയൊരു സ്ഥലമാണല്ലേ. അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, ആൾക്കാരൊക്കെ കുറവാണ്. കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഈ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനും പോകാം. തോന്നുന്നുണ്ട്. ഇവിടെ അധികം മനുഷ്യരൊന്നുമില്ല. കടകളൊക്കെ ആണെങ്കിലും അധികം ഒന്നും ഓപ്പൺ പോലും അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ എല്ലാ സ്ഥലത്തും കുറേ മ്യൂസിയംസ് കാണാനുണ്ട്. ഇതോ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു മ്യൂസിയം ഓഫ് ന്യൂപോർട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഒരു മ്യൂസിയത്തിലും കയറുന്നില്ല. പക്ഷെ വേണ്ടവർക്ക് അവിടെ പോയി നോക്കാം. എന്തോ ന്യൂപോർട്ടിലെ എന്തോ ഹിസ്റ്ററി ഒക്കെ പറയുന്നതാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ ബ്രിക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ഷോപ്പിംഗ് സെൻറ്ററിലാണ്. നമുക്ക് ലോക്കലായിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഷോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ എന്ന്. അങ്ങനെ
ഒരു കടയിൽ കയറി ഒരു മാഗ്നറ്റൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു. കാരണം ഞങ്ങളുടെ മാഗ്നറ്റ് കളക്ഷനിലേക്ക് അടുത്ത സ്റ്റേറ്റ് ചേർക്കാം. കൂടെ സ്റ്റേറ്റോട് നമ്മൾ ചേർത്തു. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ച എല്ലാവരും പറയുന്നത് വിൻ്റർ ആയത് കാരണം ഇവിടെ അധികം ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. പക്ഷേ സമ്മർ ടൈമിലാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. കാരണം ഓൾറെഡി ഇത് നമുക്കറിയാം പോർട്ടിൻ്റെ സൈഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് കുറേ ഷിപ്പിങ്ങും സംഭവങ്ങളും അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ സ്റ്റോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ഫെസ്റ്റിവൽസും സംഭവങ്ങളൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമുക്കുള്ളതും കൊണ്ട് അങ്ങ് കണ്ടുപോവാം. Into the night, we both cry. Our jaded tears and love in disguise. Nothing's ever what it seems. I'm wide awake in a lucid dream. Hit me right there where it stings. Make me feel like you're here again. അങ്ങനെ സൺഗ്ലാസ് കടയിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി ജില്ലു ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു അല്ലേ? അതെ, അവിടെ ബർത്ത്ഡേക്ക് ഗ്ലാസ് കിട്ടി. അതെ അതെ, വീണ്ടും ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റോട് ഗിഫ്റ്റാണ് ഈ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. ഒരു ഹമ്മിങ് ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കരീബിയൻ ജമൈക്കൻ ഫുഡ് കഴിക്കാൻ. ലെറ്റ്സ് ഗോ. Like you're here again, here again. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. അതെ, ഇനിയിപ്പം ഒന്ന് സുഖമായി കിടക്കണം. കാരണം 5-6 മണിക്കൂർ ഡ്രൈവും പിന്നെ വെളുപ്പിന് പോകുന്നതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. ഇനി കുറേ ദൂരം ഞങ്ങൾ ഇന്ന് നടന്നു. ആ സ്ട്രീറ്റ് മുഴുവൻ നമ്മൾ നടന്ന് പിന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ഷീണം കൊണ്ട് ഭയങ്കര. നാളെ ഓഷ്യൻ വ്യൂ ഡ്രൈവ് ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോകും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറേ മാൻഷൻസ് ഒക്കെ കാണാനുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് അത് തന്നെ അപ്പം ഒന്നും മറക്കണ്ട. അപ്പം നാളെ വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അല്ല, ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.